കസ്റ്റമർ പൈസ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സിങ്ക് ബ്ലോക്ക് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പൈപ്പിന്റെ പീസ് കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ വീഡിയോ രണ്ടാമത് പോസ്റ്റ് ചെയ്യാൻ കാരണം ഒരുപാട് പേര് അങ്ങനെ കമന്റ് ചെയ്തുകൊണ്ട് അതൊരു തെറ്റായ രീതിയിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ബൈ ചാൻസ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു പീസ് അറിയാതെ ഈ പൈപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഈ ഫിറ്റിങ്സ് കൊട്ടുന്ന നമ്മൾ ചാക്കിലാക്കുന്ന സമയത്ത് വൈകുന്നേരം പോകുന്ന സമയത്തൊക്കെ ഈ ബെൻഡിന്റെ ഉള്ളിൽ കടന്നിട്ട് ഇതറിയാതെ ബെൻഡ് ഒട്ടിച്ചിട്ട് ഒരു പ്ലംബർ മിസ്റ്റേക്ക് ആണ്, അതോ നമ്മൾ സമ്മതിക്കുന്നുണ്ട്, അങ്ങനെ വന്ന ബ്ലോക്കാണ്. കാരണം അത് കാരണം കൊണ്ടായിരിക്കും മിക്കവാറും ആ ബ്ലോക്ക് വന്നിട്ടുണ്ടാവുക. പിന്നെ ഈ കാണുന്ന നെറ്റ് ഉണ്ടല്ലോ, ഇത് നേരത്തെ ഈ പൈപ്പ് മുറിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തീരെ വെള്ളം പോയിണ്ടായിരുന്നില്ല. ആ പൈപ്പിന്റെ പീസും അത് ഈ നെറ്റും പാടെ ഉള്ളതുകൊണ്ടാണ് ആ വെള്ളം തീരെ പോവായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളതിന് പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു MC വെച്ചിട്ട് അടിയത്തെ നെറ്റ് ക്ലോസ് ചെയ്തു. ഇനി അത് ഒരിക്കലും അവർക്ക് തുറക്കാൻ പറ്റില്ല. മുകളിലത്തെ നെറ്റ് ഡെമ്മി ആക്കിയിട്ട് തന്നെ അത് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വയ്യൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ ഇനി ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് സെറ്റായി കൊടുക്കാം കേട്ടോ. കസ്റ്റമർ ഒരുപാട് ഹാപ്പി ആയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാമത്തെ ആൾക്കാരാണ്. ഫസ്റ്റത്തെ ടീം വന്നിട്ട് പറഞ്ഞത് കുഴി നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ചിട്ട് പോയി. രണ്ടാമത്തവർ വന്നിട്ട് കുറെ ശ്രമിച്ചു കേട്ടോ. അവർ വയ്യൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറെ കുത്താനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.